ഹലോ, എൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പുറത്തിറങ്ങി കേട്ടോ. അവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഞാൻ ചെല്ലുമ്പോൾ അധികം പേരുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ക്യൂ ആണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഹാളിലേക്ക് പോകാം കേട്ടോ. ഇത് കേരള സമാജം എന്ന് പറയുമ്പോൾ എന്നറിയാം, നമ്മുടെ കേരള സമാജത്തിൽ ഓൾറെഡി 15 lakhs ഉണ്ട് കേട്ടോ ഈ മെമ്പേഴ്സ്. അപ്പോൾ ഇത് ഓരോ സോണിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇന്നലെ എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ടാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇനി വേറെ സ്ഥലത്തൊക്കെ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെയിൽ ചെയ്യാനായിട്ട്. നല്ല ഡ്രസ്സൊക്കെ ഓക്കെ, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല ഇതുണ്ട്. ഇവിടെ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ തൃശ്ശൂർക്കാരുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു പോയായിരുന്നു. ഞാൻ ഇപ്പോൾ തെച്ചിക്കോട്ട് രാമൻ്റെ അടുത്ത് പോകണമെങ്കിൽ എന്തായാലും ഞാൻ വാങ്ങിച്ചത് എൻ്റെ കുട്ടന് കൊടുക്കാനായിട്ട്. ഇതുണ്ട്, ഈ സാരി ഗ്രേ കളറുണ്ട്, സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഖാദിയാണ്, ഖാദിയുടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു, കളർ കോമ്പിനേഷൻ. 1500 ആണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത്, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. നമ്മളങ്ങനെ ഇപ്പോൾ ഇതുണ്ടോ അകത്ത് കയറി അകത്ത് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് കുറച്ച് എൽഡേഴ്സ് ആയിരുന്നു ഇത് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് കാണാൻ എപ്പോഴും ഞാൻ പുറത്തിറങ്ങുന്നതുകൊണ്ടുണ്ടല്ലോ ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പോൾ നോക്കി എല്ലാവരും നല്ല വീഡിയോ എടുക്കുന്നു. എല്ലാം ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ. കാരണം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ സെറ്റിലാകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ നിന്ന് കാണാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമല്ലേ ഇന്നല്ലേ. നമ്മളെല്ലാം മലയാളീസ് ഒരുമിക്കുന്നതും ചോറുണ്ണുന്നതും ഒക്കെ അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഏതൊരാൾ ആരാന്നൊന്നും MLA അല്ല, ഏതൊരു മിനിസ്റ്ററാണെന്ന് തോന്നുന്നു, എന്തോ അല്ല, ഈ സമാജത്തിൻ്റെ നമ്മുടെ കേരള സമയത്തിൽ ഒരാളാണെന്ന് തോന്നുന്നു വരുന്നുണ്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവർ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല ആരാന്ന്, അവരൊരു പേര് പറഞ്ഞായിരുന്നു. ഇപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സെറ്റ് സാരിയെ കൂടെ നമ്മൾ കേരള മങ്കകൾ ഇരിക്കുന്നത് കണ്ടോ. കേരള സാരിയെ കൊടുത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. എവിടെ ചെന്നാലും സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് നമുക്കൊരു ഭയങ്കര വൈബല്ലേ. ഇപ്പോൾ ഇതുണ്ട്, ഈ സെറ്റ് സാരിയും കൊണ്ട് കണ്ടോ അവർ വെറൈറ്റി ഡിസൈൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്തോ സൂപ്പർ, നമ്മൾ കണ്ണിന് നല്ലൊരു സൂപ്പർ വിഷ്വലായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒത്തിരി ഇതെല്ലാം അമ്മമാരാണ്, കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ എന്നറിയാവോ. ഇത് കണ്ടോ, ഏതൊക്കെ തരത്തിലാണ് അവർ സാരി ഉടുത്തതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ വെറൈറ്റി ഡിസൈൻ ചെയ്ത് അവർ സാരി ഉടുത്തിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിൽ ചെന്ന പോലെ ഒരു പ്രതീതി അല്ലേ ഓണത്തിനല്ലേ. ഇതുണ്ട്, ഇവർ ഓരോരുത്തരും വന്നിട്ട് നമ്മളിങ്ങനെ വാക്ക് ചെയ്യും കേട്ടോ. ക്യാറ്റ് വാക്ക് പോലെ ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടോ, ഇതെന്തോ എൻ്റെ സിമ്പിൾ എന്നൊന്ന് പറയാമോ, എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഹിന്ദുക്കൾക്കൊക്കെ നല്ലപോലെ അറിയാം കേട്ടോ എന്താണെന്നുള്ള കാര്യം. ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചെയ്യും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇതൊരു കേരള സമാജം വെട്ടിപ്പിടിക്കാനായിട്ട്. ഇതാണ് പഞ്ചാരി മേളം. ഓക്കെ, പഞ്ചാരി മേളം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ കാണുന്നത്. എൻ്റെ കൂടെ 2 ലേഡീസും ഉണ്ടായിരുന്നു പഞ്ചാരി മേളത്തിൽ. കാരണം അവർ കൊട്ടി ഓരോ താളത്തിൽ കൊട്ടി കയറുമല്ലേ അല്ലേ. എനിക്കത് തൃശ്ശൂർ നമ്മൾ ഈ TV ഇരുന്ന് കണ്ടതല്ലാതെ ഇപ്പം നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. പക്ഷേ അതിന് ഓരോ എന്തൊക്കെയോ സ്വരങ്ങൾ എന്തോ സംതിങ് ഉണ്ടല്ലേ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോന്ന് കൊട്ടി വരുന്നുണ്ടായിരുന്നു. നല്ല വിഷ്വലായിരുന്നു കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെലിബ്രിറ്റികളാണ് വന്നത്. ഇപ്പം നമുക്ക് വയനാടിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരങ്ങനെ അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ. വിളിച്ചിട്ടില്ല, ഒരു ഫിലിം സ്റ്റാറിനെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം MG ശ്രീകുമാർ വന്നു, MG ശ്രീകുമാറിൻ്റെ വൈഫ് വന്നു, പിഷാരടി വന്നു, മാളവിക വന്നു, പിന്നെ അതിൻ്റെ മുമ്പിലത്തെ വർഷം അനുശ്രീ വന്നു. അങ്ങനെ ഒത്തിരി സ്റ്റാർസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അന്ന് പിഷാരുടെ കൂടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ ഇവർ ഗാനമേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു ഈ പ്രാവശ്യം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കാരണം കണ്ടോ പുറകിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തിറങ്ങി പോയിട്ട് ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നറുക്കെടുപ്പാണ്. ഇത് അടിക്കുമൊന്നുമില്ല, എനിക്ക് ഒരിക്കലും അടിക്കില്ല. ഇതുണ്ടോ, ഇത് മണപ്പുറത്തിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ മലപ്പുറത്തിൻ്റെ തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മയില്ല. ഇത് ഭീമയുടെയാണ്. അപ്പോൾ ഭീമയുടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇത് നമ്മുടെ അമ്മമാരുടെ പഴയ ഡാൻസുകളില്ലേ, പഴയ ഡോട്ടോട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ടൊരു ഡാൻസ്, ഒരുമ ദൂരക്കിനാവിനൊക്കെ, അതൊക്കെയാണ് കേട്ടോ അവർ കളിച്ചിരിക്കുന്നത്. അങ്ങനെ പഴയ ഡാൻസൊക്കെ ഇതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നല്ലപോലെ എൻജോയ് ചെയ്തു നമ്മളൊക്കെ, അവരും നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നല്ലപോലെ അവരെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരെല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടോ. ഇതൊക്കെ നമുക്ക് ഓർമ്മകളല്ലേ. ഇവരിത് നമുക്ക് ചെയ്യും കേട്ടോ. ഇതെന്തെന്ന് ചോദിച്ചാൽ കേരള സമാജം എന്ന് പറയുമ്പം നമ്മുടെ കേരള എംബസി നമ്മുടെ ദുബായിലൊക്കെ ഇല്ലേ
കേരള എംബസി എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ആപത്ത് വന്നാലും ആരും നമ്മുടെ ഇതിൽ മരിച്ചാലും അവരവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി ആണ് അവർ ഈ സമാജം രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ, നമ്മുടെ മലയാളീസിന് വേണ്ടി. ഇതാണ് ദുർഗയുടെ ആയിരുന്നു കേട്ടോ ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നത്. ഗാനമേള പാട്ടൊക്കെ നല്ല പാട്ടായിരുന്നു കേട്ടോ. ദുർഗയും പിന്നെ ആരോ 2 ബോയ്സ് ഉണ്ടായിരുന്നു, അവരുടെ പേര് അവർ അനൗൺസ് ചെയ്തു പക്ഷേ അറിയില്ല. പിന്നെ ഒരു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പാട്ട് പാടാൻ. പക്ഷേ നല്ലപോലെ ദുർഗ പാട്ടൊക്കെ പാടി നല്ലപോലെ സ്റ്റേജിനെയൊക്കെ ഇളക്കി മറിച്ചു. ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ദുർഗ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി സിമ്പിളായിട്ട് വന്നു കേട്ടോ ദുർഗ. നമ്മൾ മറ്റുള്ളവർ വരുന്നവരൊന്നുമല്ല, ഷീ ഈസ് വെരി സിമ്പിൾ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക കേട്ടോ.